ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഗുഡ് മോർണിംഗ് നല്ലൊരു കോഫി ആയിട്ടുണ്ട് തുടങ്ങാം അല്ലേ. ഞാനിന്ന് മുണ്ടെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ മുണ്ടിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഫേസ്ബുക്കിലിടെ എൻ്റെ ഒരു രസമായിരുന്നു ഞാൻ മുണ്ടെടുത്തിട്ട് എങ്ങനെ ഇരിക്കുന്നു കേൾക്കാനായിട്ട്. ഇന്നത്തെ എൻ്റെ ഗുഡ് മോർണിംഗ് പറയാനായിട്ടുള്ളത്, കേരളത്തിൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ടൂറിസം വകുപ്പിനാണത്. നമ്മൾ വളർന്നു നിൽക്കുന്ന ഓരോ തെങ്ങിലും, ഈ കണ്ടൽക്കാടുകളിലും, ഈ പുഴയും ഈ പരിസരങ്ങളും ഒക്കെ ഈ പൈസ ഒരു തായ്ലൻഡിലും അവിടെയൊക്കെ ചെയ്യുന്ന പോലെയുള്ള പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പരിസ്ഥിതി മാത്രം മതി ഒരു നല്ലൊരു ബിസിനസ്സിലേക്ക് വരാനായിട്ട്. പക്ഷേ 100,000 നൂലാമലകൾക്കുപരി നൂലാമലകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പെർമിഷന് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഇപ്പം എൻ്റെ പുഴയുടെ തന്നെ സൈഡൊന്ന് വൃത്തിയാക്കിയിടണമെങ്കിൽ എവിടെ പോകണം, ആര് ചെയ്യും, ആരോട് പറയും? നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ എന്താണ് ഈ നോളജ്. ഇത് ഓൺലൈനിൽ നോക്കിയാലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ നോളജ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ ആയിരിക്കാം സാധാരണ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് പുറകോട്ട് വലിയുന്നത്. കാരണം ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ടൂറിസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നതിൽ കൂടുതൽ എവിടെയെങ്കിലും പോയി, ദുബായിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ലേബറായിട്ടാണെങ്കിലും ക്ലീനറായിട്ട് വർക്ക് ചെയ്താൽ അതിനും കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള ധാരണ ആളുകളിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതും ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കാതിരിക്കുന്നതും. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ടിപ്സ് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ കുറവാണ് ഈ കമൻറ്റ്സ് വരുന്നത്. പക്ഷെ എല്ലാവരും എന്നെ നേരിട്ട് വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പറയാറുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കിൽ കണ്ടാൽ മാത്രമേ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സോ കമൻറ്റ് ഓൺ ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. Until next episode. Bye.